ഒരു 30. അവനെ മനസ്സിലായോ? ആരാ? പുതുവസന്തത്തിലെ നായകൻ. ഓ, നിഷയുടെ. ഒന്ന് മുട്ടിയാലോ? പുതുവസന്തത്തിലെ നായകനല്ലേ? എനിക്കറിയാം. ഒരു റിപ്പീറ്റ്. ഡേ, സാറിനൊരു പെഗ് കൊടുക്കടേ. എന്റെ കൊച്ചനെ, നിങ്ങളെ പോലൊരു ഭാഗ്യവാനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ നിഷയുടെ കൂടെ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു, അവളെ തന്നെ കൂടെ പൊറുപ്പിക്കുകയും ചെയ്തു. അതെ, ഞാനൊരു തനി അച്ചായന, വേറെ വേഷമൊന്നും വിചാരിക്കണ്ട. അവളുടെ പൊക്കിള് കണ്ട അന്ന് പോലെ തുടങ്ങിയതാ. ഒരേ ഒരു രാത്രി ഞങ്ങൾ രണ്ടുപേരും മാത്രം. ആശാൻ പറ, എന്നാ വേണം? വീട്ടിൽ ചെന്ന് വെക്കണം. എന്ത് കോലാണ്ടത്? നല്ല യാത്രാക്ഷീണുണ്ട്. എൻ്റെ ഉമ്മ അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം ഓരോരു വശം തളർന്നു വീണ് കുറെ നാൾ കോട്ടയ്ക്കലൊക്കെ കിടന്ന് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നെ പടച്ചോന് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. നാട്ടുകാരും പള്ളിക്കാരൊക്കെ മൂസാജിനെ ഒറ്റപ്പെടുത്തി. കച്ചവടവും വീടും ഒക്കെ പോയി. ഒരു മനുഷ്യായുസില് ഇതീ കൂടുതലൊക്കെ എന്തനുഭവിക്കാനാ? നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എൻ്റെ നിക്കാഹ് കഴിഞ്ഞ് 2 കുട്ടികളായി. ഇരട്ടകളാ, 2 പെണ്ണ്. അതുകൊണ്ട് ഇപ്പം ഞമ്മക്ക് പ്രാരാബ്ദമായി. പിന്നെ സൈനബ് ഇപ്പം സൗദിയിലാ. അന്നെ കുറെ കാത്ത്. നമസ്കാരം. ആ, എനിക്ക് നിങ്ങളുടെ കുട്ടികളെ ഒന്ന് കാണണമെന്നുണ്ട്. ഇപ്പം വേണ്ട നജീബേ, ആ നാട്ടിലേക്ക് അന്നേം കുട്ടി പോവാച്ചാ അത് ശരിയാവൂല. നിങ്ങളുടെ ഭാര്യ എന്നെ തിരിച്ചറിഞ്ഞ പ്രശ്നമല്ലേ? ഛേ, അതുകൊണ്ടല്ലടാ. നിങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്ക്. ഏയ് വേണ്ട. എന്തിനാണ്ടാ? ഇത് വെച്ചോ. വേണ്ടാന്ന്. നിങ്ങൾ പോയിക്കോ, ഞാൻ വിളിച്ചോളാം. എന്നമ്മാ? അണ്ണാ, നജീബ് വന്നിരുന്നു അവിടെ? ഇല്ലമ്മാ, എന്നാச்சு? നജീബിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. நீங்க டென்ஷன் ஆகாதம்மா, நான் ட்ரை பண்ணி திரும்பி கூப்பிடுறேன் கண்டிப்பா.
ഹലോ, ആരാ വിളിക്കുന്നേ? ആ, നിങ്ങൾ അത്യാവശ്യമായിട്ട് കോഴിക്കോട് ജനറൽ ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം. ആളൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ഇവിടെ ICU-ല. സർ, എത്ര പേരുണ്ട്? 5 കിട്ടി സാർ. ഒരാൾ ഓടിക്കളഞ്ഞു. കം. താൻ പോയ ഫയൽ എടുത്തുണ്ടോ? ശരി സാർ. വാ, കേറി വാ. നിന്റെ പേരെന്താ? സാർ, ഞാൻ ജോർജ് വർഗീസ്, ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ സർജനാ. നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ബാബു സാറേ, മലപ്പുറം പീഡന കേസിൽ 7ാം പ്രതിയായിരുന്നു. ഓ, അപ്പൊ നിനക്ക് ഇത് തന്നെയാണ് പരിപാടി. ആ ഫയലും കൊണ്ടുവാ. എന്താ പേര്? ശാന്ത. മഞ്ജു, 32 വയസ്സ്. നിന്റെ വീട് എവിടെയാ? അടിമാലിയ സാറേ. എന്ത് വാടോ എഴുതി വെച്ചിരിക്കുന്നത്? വെടിമാലിന്നൊക്കെ. ആഹാ, നീ ഉണ്ടോ? ഇതുവരെ നിർത്താറായില്ലേടി ഏർപ്പാട്? ജീവിക്കണ്ടേ സാറേ? പക്ഷെ തന്നെ ജീവിക്കണമല്ലേടി നിനക്ക്? എന്നാ സാർ എനിക്ക് ചെലവിനതാ. ഞാനിവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തുടങ്ങാടി, നിനക്കൊക്കെ ജോലി തരാൻ. ബ്രേക്ക് പറഞ്ഞു. വേമാടി, വേശന്നിട്ട് പാടില്ല. നന്നായിരുന്നു ജയ്. താങ്ക് യു. ആ പിന്നെ ഫൈറ്റ് ലഞ്ചിന് ശേഷം ഔട്ട്ഡോർ പ്ലാൻ ചെയ്യും. ഓക്കെ ഓക്കെ. അവള് ബുദ്ധിമുട്ടിച്ചോ ഉണ്ണിയേട്ടാ? ഏയ്, അവള് മെഡിക്കല്ലേ. കഴിക്കുമോളെ? കുറച്ചുകൂടെ കഴി. മതി മതി മതി. ആ, ദാ, എന്താ ഇവളെ അഭിനയിപ്പിക്കുന്നോ? ഇല്ലേട്ടാ. അതെന്താടി, നല്ല കാശ് വാങ്ങിച്ചു തരാം. വേണ്ടേട്ടാ, ഇവളുടെ അച്ഛന് തീരെ ഇഷ്ടാവില്ല. വാ. ആ, അമ്മേ അമ്മേ അമ്മേ, ദേ പാവ. ആ പാവയോ? വാ. ആ പാവ അത് വേണം. ആ റെഡ് പാവ. ആ റെഡ് പാവ എത്രയാ? 80 റുപ്യ. വാ മോളെ, വാ. ഞാൻ വൈകിയില്ലേ? ആ ഡയറക്ടർക്ക് എത്ര എടുത്താലും മതിയാവില്ല. റീടേക്ക് തന്നെ റീടേക്ക്. ഇരിക്കും. ബ്രേക്ക് പറഞ്ഞപ്പോ മണി 3 ആ പ്രൊഡക്ഷൻ മാനേജർ ദിനേശ് ചോദിക്കുക ഇവളെ അഭിനയിപ്പിക്കുമെന്ന്. ഞാൻ പറഞ്ഞു നജീബിന് അതൊന്നും ഇഷ്ടാവില്ല എന്ന്. കുടിക്ക. ആ, ഇന്നെന്നെ കൊണ്ടൊരു പാവയൊക്കെ വാങ്ങിപ്പിച്ചു. കാണിക്ക്. ദേ